ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ചോറ്, ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കട്ടിയായിട്ടുള്ള തൈരാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ അധികം പുളിപ്പുണ്ടാവില്ല. പുളിപ്പില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ഞാനിവിടെ 200 ഗ്രാം അളവിലുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തൈരിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എരിവിന് വേണ്ടി 3 പച്ചമുളകും നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ലപോലെ വെള്ളമായിട്ട് വരും. ആ ഒരു വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ല കപ്പലണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുമല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെള്ളമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റിക്കിട്ടട്ടെ. ഈ ഒരു കപ്പലണ്ടിക്കും അണ്ടിപ്പരിപ്പിനും പകരം ഇനിയിപ്പോൾ പൊട്ടുകടല വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും പാൻ വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു 1.5 സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയിൽ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1.5 തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് 3 എണ്ണം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും ഈ ഒരു മുളക് പൊടിയും കൂടെ ആവുമ്പോൾ. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം മാത്രം വേവിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വേവിച്ച് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇപ്പോൾ ഇതൊന്ന് വെന്തോന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തൈരിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നല്ല കട്ടിയായിട്ട് വേണം ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി കിട്ടി. ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ എല്ലാം ഇത് നന്നായിട്ട് ചേരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.